കാണുന്നത് വെറും തോരണങ്ങളല്ല, ഇതിനെ പ്രയർ ഫ്ലാഗ് എന്നാണ് പറയുന്നത്. ഇത് വെറുതെ കാറ്റിൽ പാറുകയല്ല, പ്രാർത്ഥന ചൊല്ലുകയാണ്. ഈ വർഷം പ്രാർത്ഥന ദൈവം കേട്ടുവെന്നാണ് തോന്നുന്നത്. ഇതുവരെ മോശമല്ലാത്ത രീതിയിൽ മഞ്ഞു പെയ്തു. കാലാവസ്ഥാ പ്രവചനങ്ങളും മഞ്ഞുവീഴ്ചയ്ക്ക് അനുകൂലമാണ്. എവിടത്തെയും പോലെ ഇവിടെയും നല്ല മഞ്ഞുവീഴ്ച എന്നാൽ നല്ല സാമ്പത്തിക സ്ഥിതി എന്നാണ്. സമതലങ്ങളിൽ മഴ പെയ്യുന്നത് പോലെയാണ് ഇവിടെ മഞ്ഞു പെയ്യുന്നതും. എന്നാൽ ഒരു വ്യത്യാസം മാത്രം, ഇവിടെ വെയിലും ആവശ്യമാണ്, എങ്കിലേ പെയ്ത മഞ്ഞ് ഉരുകി വെള്ളമാവുകയുള്ളൂ. ഇന്ന് ഞങ്ങൾ ക്യൂറിക്കിലാണ്. ക്യൂറിക് സ്പിതി വാലിയിലെ ഒരു ചെറിയ ഗ്രാമമാണ്. ആകെ ജനസംഖ്യ വെറും 185. സ്പിതി നദിയുടെയും സ്റ്റേറ്റ് ഹൈവേ 30യുടെയും നടുവിലാണ് ക്യൂറിക് സ്ഥിതി ചെയ്യുന്നത്. പ്രശസ്തമായ കീ മൊണാസ്ട്രി നേരെ എതിർവശം നദിക്കപ്പുറത്തായി തലയുയർത്തി നിൽക്കുന്നത് കാണാം. ഈ ഗ്രാമത്തിന്റെ മഞ്ഞുകാല ജീവിതത്തിലേക്ക് എത്തി നോക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഒരു സാധാരണ ദിവസം ആരംഭിക്കുന്നത് തലേന്ന് രാത്രി പെയ്ത മഞ്ഞ് ടെറസിൽ നിന്നും തുടച്ചു മാറ്റുന്നതോടെയാണ്. തണുത്തുറഞ്ഞ പൈപ്പ് ലൈനിലെ ഐസ് ഉരുകി ജലപ്രവാഹം സുഗമമാകാൻ വസന്തകാലമാകണം. അതിന് ഇനി 3 മാസങ്ങൾ കൂടിയുണ്ട്. അതുവരെ നിത്യാവശ്യത്തിനുള്ള വെള്ളം മലമുകളിലെ അരുവിയിൽ നിന്നും കൊണ്ടുവരണം. സാധാരണയായി അത് സ്ത്രീകളുടെ ജോലിയാണ്. പുരുഷന്മാർ അവരെ സഹായിക്കാറുമുണ്ട്. ये जौ है ना? हाँ, जो ना वो बनाने जाना पड़ेगा। अच्छा. പിന്നെ ഞങ്ങൾ കണ്ടത് ഓരോ വീടിന് മുന്നിലും നീറ്റായി അടുക്കി വെച്ചിരിക്കുന്ന തടിക്കഷ്ണങ്ങളാണ്. അത് സർക്കാരിൽ നിന്നും റേഷനായി ഓരോ വീടിനും ലഭിക്കുന്ന 10 ക്വിന്റൽ വിറകാണ്. അതുപയോഗിച്ച് വേണം ആഹാരം പാകം ചെയ്യാനും വീടിനകം ചൂടോടെ സൂക്ഷിക്കാനും. ഈ ഉയരത്തിൽ മരങ്ങൾ ദുർലഭമാണെങ്കിലും ഉള്ള മരങ്ങൾ ഗ്രാമീണർ സംരക്ഷിച്ചു പോരുന്നു. കാണുവാൻ പശുവിനെ പോലെയാണെങ്കിലും ഇത് പശുവല്ല, യാക്കിന്റെയും പശുവിന്റെയും ഹൈബ്രിഡാണ്. ചുരു എന്നാണ് ഇതിന്റെ പേര്. പശുവിന്റെ എല്ലാ ഗുണങ്ങളും ഈ കാലാവസ്ഥയെ അതിജീവിക്കാനുള്ള യാക്കിന്റെ കഴിവും ഈ മൃഗത്തിനുണ്ട്. ഗ്രാമത്തിലെ ഒട്ടുമുക്കാൽ പേരും ഈശ്വരവിശ്വാസികളാണ്. മഞ്ഞുകാലം അവർ ആരാധനാലയങ്ങളിൽ ചെലവഴിക്കുന്നു. മറ്റു ചിലർ ചീട്ട് കളിച്ച് സമയം കൊല്ലുന്നു. കൃഷിയോ ടൂറിസമോ സാധ്യമല്ലാത്ത ഈ അവസ്ഥയിൽ സാധാരണക്കാരൻ സമയം കളയുന്നത് ഇങ്ങനെയൊക്കെ തന്നെ. മഞ്ഞ് പെയ്യുന്നതും അതുരുകി വെള്ളമാകുന്നതും കാത്തിരിക്കാനല്ലാതെ മറ്റു വഴികൾ ഒന്നുമില്ല. എല്ലായിടത്തെയും പോലെ ഇവിടെയും കുട്ടികളാണ് മഞ്ഞുകാലം ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത്. സ്വന്തം ആശയത്തിൽ സ്വയം ഉണ്ടാക്കിയ സ്ലെഡുകളിൽ കുന്നിൻ ചെരുവിലെ മഞ്ഞിലൂടെ വഴുതിയിറങ്ങുന്നത് രസകരമാണ്.
വസന്തകാലം ആകുമ്പോൾ മണ്ണിനടിയിൽ കിടക്കുന്ന വിത്തിനുള്ളിലെ പച്ചപ്പിനും വരണ്ട മരങ്ങൾക്കുള്ളിലെ പച്ചപ്പിനും ഒരു പുനർജനം കൂടി കിട്ടുന്നു. തൂർക്കിനോട് വിട പറയുമ്പോൾ മറുവാക്ക് പറയാതെ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന വില്ലോ മരത്തിന്റെ ചില്ലകൾ എന്താണ് ആവശ്യപ്പെടുന്നത്? കൂടുതൽ മഞ്ഞുവീഴ്ചയോ അതല്ല വെയിലോ? അതോ ഇത് രണ്ടുമോ?